കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ പ്രതിയെ കഴിഞ്ഞ ദിവസം മുംബൈയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. ഇതിനു മുൻപും വിനീഷ് ഇതേപോലെ തന്നെ കുതിരവട്ടത്ത് നിന്ന് ചാടിപ്പോവുകയും പിന്നീട് പോലീസ് കണ്ടെത്തുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ദൃശ്യയുടെ അമ്മയാണ് ചേരുന്നത്. ഇപ്പം വീണ്ടും പ്രതിയെ പിടിച്ചിട്ടുണ്ട്. എന്താണ് നമുക്ക് പറയാനുള്ളത്? പറയാന്ന് വെച്ചാൽ പിടിച്ചിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ ആവർത്തിക്കില്ല എന്ന് പ്രതീക്ഷിക്കണം. കാരണം അവന് മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവരവിടെ കൊണ്ടുപോയിടും. അവൻ അവിടെ നിന്ന് സുഖമായിട്ട് ഇറങ്ങിപ്പോവും. അതാണ് ഇപ്പോൾ 2 പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ആദ്യത്തെ പ്രാവശ്യം വേഗം കിട്ടി, രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ കിട്ടിയിട്ടില്ല. 2-3 മാസമായി. ഡിസംബർ 27-28 അവൻ ചാടിപ്പോയിട്ടുള്ളത്. 28 രാത്രി. അപ്പം ഇത്രയും ദിവസമായി എന്നിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതും പോലീസ് അത്രയും ശ്രമിച്ചിട്ടുണ്ട്. അവരൊരു ടീം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. രാവും പകലും അവർ കഷ്ടപ്പെട്ടിട്ടാണ് അവനെ കിട്ടിയിട്ടുള്ളത്. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് അവൻ കളിച്ചിട്ടുള്ളത്. അപ്പോൾ മാനസികാസ്വാസ്ഥ്യം എന്നുള്ളത് പറയുന്നത് പച്ചക്കള്ളാണ്. അത് ഇതിപ്പം തന്നെ തെളിഞ്ഞില്ലേ? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇത്രയും പ്ലാൻഡായിട്ട് കാര്യങ്ങൾ നീക്കാൻ കഴിയില്ല. അപ്പോൾ ഇനി അവനെ അവിടെ കൊണ്ടുപോയിടാതെ സുരക്ഷിതമായിട്ട് ജയിലിൽ തന്നെ പാർപ്പിച്ച് എത്രയും പെട്ടെന്ന് വിചാരണ നടത്തണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. 1 പ്രാവശ്യം ചാടി, 2 പ്രാവശ്യം ചാടി, ഇനിയൊരു പരീക്ഷണത്തിന് അവനെ അവിടെ കൊണ്ടുപോയിടരുത്. അവനെ സുരക്ഷിതമായിട്ട് ജയിലിൽ തന്നെ ഇട്ട് അവിടെ തന്നെ വിചാരണ ചെയ്ത് എത്രയും വേഗം അവന് ഏറ്റവും വലിയ ശിക്ഷ അത് കിട്ടുക തന്നെ വേണം. കാരണം ഇത്രയും ക്രൂരനായിട്ട് പ്രതിനെ ഇനി അത് വെച്ചോണ്ടിരുന്ന സമൂഹത്തിന് തന്നെ ഭീഷണിയാണ്. അവൻ ഇനിയും പുറത്തിറങ്ങി എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അതാണ് അവനൊരു പക്ക ക്രിമിനൽ എന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനലാണ്. പക്ഷെ പുറത്തായിരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആശങ്ക തന്നെയായിരുന്നു. കാരണം ഇവനെ എങ്ങോട്ട് പോയി എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് പോലീസിൽ വിളിക്കുമ്പോൾ അവർ പറയും പേടിക്കേണ്ട, അവർ നന്നായിട്ട് നമ്മളെ സംരക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. പോലീസിൻ്റെ ഭാഗത്ത് നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ രാവും പകലില്ലാതെ നമുക്ക് കാവൽ നിൽക്കുകയും നമ്മൾ പോകുന്നിടത്തൊക്കെ വരികയും കടയിലും ഒക്കെ നിന്ന് അവർ നന്നായിട്ട് സംരക്ഷിച്ചിരുന്നു. പിന്നെ പറഞ്ഞാൽ സ്പെഷ്യൽ പോലീസ് അവരെ ടീമിനെ എത്തി അവർ നന്നായിട്ട് അവർ വിളിക്കുമ്പോൾ ഒക്കെ പറയും പേടിക്കേണ്ട, കിട്ടും. അവർക്ക് അത്രയും കോൺഫിഡൻസിലേന്ന് അവർ പറഞ്ഞിരുന്നത്. ആ ഒരു ഒറ്റ സമാധാനത്തിലാണ് ഞാൻ നിന്നിരുന്നത്. അവരത്രയും ഉറപ്പ് പറയുമ്പോൾ അവർക്ക് അത്രയും ഇതുണ്ടാവുകൊണ്ടാണല്ലോ പറയുക. അതുകൊണ്ട് അവർ തന്നെയാണ് അവരോട് തീരാത്ത നന്ദിയുണ്ട്. മാധ്യമപ്രവർത്തകരാണെങ്കിലും അന്ന് തൊട്ട് എല്ലാവരും വിളിച്ച് അന്വേഷിക്കാറുണ്ട്. എന്തായി, എങ്ങനെയായി, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാവരോടും നന്ദി ഇത്രേ പറയുള്ളൂ. കാരണം എല്ലാവരും നന്നായിട്ട് എല്ലാവരും അതിന് സഹകരിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരാണെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കും എല്ലാം ചെയ്തിട്ടുണ്ട്. പോലീസുകാരാണെങ്കിലും അതെ. ആ സ്പെഷ്യൽ ടീമിന് പ്രത്യേക താങ്ക്സ്. പുറത്തിറങ്ങിയ നിങ്ങൾ അപായപ്പെടുത്തുന്നു പറഞ്ഞിരുന്നല്ലേ മുൻപ്? തീർച്ചയായിട്ടും അവൻ പറഞ്ഞിരുന്നു. അവനത് ചെയ്യും. അവസരം കിട്ടി അവനത് ചെയ്യും. കാരണം അവനും പറഞ്ഞില്ല, അവനൊരു ക്രിമിനൽ തന്നെയാണ്. അത് അവൻ തെളിച്ചും കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം ചാടുമ്പോൾ അവൻ എത്ര പ്ലാനിങ് ആയിട്ടാണ് ഓരോന്നും ചെയ്യണമെന്ന് അറിയാം. അത് വെച്ചാൽ ഇത്രയും വലിയൊരു ഫോഴ്സിനെയും കണ്ടുപിടിച്ച് ഇത്രയും, കാരണം അവരത്രയും അവൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ഒന്നും അവനൊരു ഫോൺ പോലും ഉപയോഗിക്കാതെ അവരെ പറ്റിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ. ബോട്ടില് മത്സ്യത്തൊഴിലാളിയായിട്ട് ജോലി ചെയ്യും അങ്ങനെ എന്തോ. അതെ. അപ്പൊ അറിയാലോ അവിടെ അങ്ങനെയുള്ള ഏരിയക്ക് അവന്റെ ഇത് ചിലത്. പക്ഷെ നമ്മളെ പോലീസിന്റെ ബ്രില്യൻ്റ് ആയിരിക്കാം അവരവിടെ എത്തിച്ചിട്ടുണ്ടാവുക. പക്ഷെ അറിയാലോ അവൻ അത്രയും ബുദ്ധിപരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. അവന്റെ ബുദ്ധിക്ക് ഇനി വഴങ്ങി കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇപ്പോഴത്തെ ഒരു ജീവിതം ഒക്കെ എങ്ങനെയാണ്? ജീവിതം ഭർത്താവും നഷ്ടപ്പെട്ടു, മകളും നഷ്ടപ്പെട്ടു. ഇതാണ് തുടക്കം. മകള് പോയി, പിന്നാലെ ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഭർത്താവും നഷ്ടപ്പെട്ടത്. ഇനിയുള്ളതൊരു കുട്ടി മാത്രമാണ്. എൻ്റെ ജീവിതം എങ്ങനെയാണ്? ഇങ്ങനെ അധ്വാനിക്കുന്നതിനും അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഇതുപോലെ ഇനി ഉണ്ടായത് മാനസികമായിട്ടുള്ള പ്രശ്നമാണ്. നമ്മൾ എത്ര കാലം എന്ന് വെച്ചിട്ടാ ഇങ്ങനെ പേടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിലോളം വലിയൊരു സമ്മർദ്ദം വേറെ ഒന്നുമില്ല. ഒരാളെ പേടിച്ച് എപ്പോൾ വരും, എങ്ങനെ വരും, എന്താണെന്നൊരു പിടിയില്ലാതെ അങ്ങനെ ജീവിക്കുക എന്നുള്ളത്. അവനകത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു സമാധാനമെങ്കിലും ഉണ്ട്. പക്ഷെ ഇനി അവനിങ്ങനെ ഒരു അവസരം കിട്ടരുതേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഇനി ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ളൊരു അവസരം ഒരു പഴുതുപോലും ഉണ്ടാകരുതെന്ന് കൂടിയാണ് ദൃശ്യയുടെ അമ്മയുടെയും കുടുംബത്തിൻ്റെയും ആവശ്യം. അനീഷ് തോട്ടക്കാടിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.